ഹലോ ഹലോ ഹലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം.
മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും. സ്രോതൃളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്രോതൃളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ വാഗ്ദത്തത്തിന്റെ ആധിക്യം കൊണ്ട് ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് നിലവിളിക്കുന്നു. സ്രോതൃളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വെറുതെ ദുഷ്ടം നിങ്ങൾ വിധിക്കണമേ. നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്രോതൃളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്രോതൃളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സർവ്വങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് നിലവിളിക്കുന്നു. പ്രാർത്ഥിക്കുക, നമ്മോട് കൂടെ സമാധാനം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കുവാൻ അങ്ങേ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കീർത്തനം 147 12-20 വാക്യങ്ങൾ. യെരൂശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനേ നിന്റെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെരൂശലേമേ, യഹോവയെ പുകഴ്ത്തുക, സിയോനേ നിന്റെ ദൈവത്തെ സ്തുതിക്കാം. മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. അവൻ മഞ്ഞ് പോലെ മഞ്ഞ് വേയിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ തന്റെ വചനമായ ചവയെ ഒരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, നമ്മോട് കൂടെ സമാധാനം. Dam tronos marsh vidreputa, fursera mawam yadikara, bemudil kasisu trupa, madom hasiana kwarim zavat radum asriyed shubha. Lanna mawar mariyte mal ped probe halanir guat asra pudr be malahi. Barhinan sadinan modin mamsabin kullidan mardul. Awa wawra ruhul salalmi. ഇമ്പകരമായ മൂലങ്ങളുടെയും സൗരഭ്യമേറിയ സുഗന്ധദ്രവ്യങ്ങളുടെയും സൃഷ്ടാവേ, അങ്ങേ ബഹുമതിക്കായി ഞങ്ങളിടുന്ന ഈ ധൂപവർഗം അങ്ങേ മഹനീയ ത്രിത്വത്തിന്റെ വന്യവസ്തുത്യവുമായ നാമത്താൽ വാഴ്ത്തപ്പെടുകയും അത് ഞങ്ങളുടെ വിമോചനത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ സ്നേഹപ്രസാദത്തിന്റെ സൗരഭ്യവാസന ഞങ്ങൾ വീശുകയും അങ്ങേ സത്യത്തിന്റെ അറിവിനാൽ ഞങ്ങളുടെ ആത്മാക്കൾ പരിശോഭിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അങ്ങേ പ്രിയപ്പെട്ടവന്റെ വെളിപ്പാടിനെ അഭിമുഖീകരിക്കുവാനും അവിടെ സർവ്വസൗഭാഗ്യങ്ങളും സർവ്വസഹായങ്ങളും നിറഞ്ഞ കിരീടധാരണിയായി തിരുസഭയിൽ നിരന്തരം അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സർവ്വത്തിന്റെയും കർത്താവും സ്രഷ്ടാവും അങ്ങാകുന്നുവല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഈശോം സിഹായേ നീ ഞങ്ങളിൻ ശരീരത്തെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷക
അങ്ങേയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനാദി മുതൽ എന്നേക്കും ആമേൻ. സർവ്വത്തിൻ നാഥാ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഉയർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും നാം പ്രാർത്ഥിക്കുക. നമ്മോട് കൂടെ സമാധാനം. കർത്താവേ, അങ്ങ് സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങേ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. സർവജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. നാം പ്രാർത്ഥിക്കുക. നമ്മോട് കൂടെ സമാധാനം. വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതിനും ബലവാനും അമർത്യനുമായുള്ളോവേ, കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് എല്ലായ്പ്പോഴും അങ്ങേക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി കരുണ ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. കരുണയും വായിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെ മേലുണ്ടാകട്ടെ. കരുണകളാലും കനിവിനാലും നിങ്ങളുടെ വായിൽ നിന്നുള്ള ശ്രേഷ്ഠ ഉപദേശത്തെ കേട്ട് ഒരു മനോഹര കണ്ണാടിയെ തീരുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായിരിപ്പിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 18-ാം വാക്യം മുതൽ 43-ാം അധ്യായം 14-ാം വാക്യം വരെ. ചെകിടന്മാരെ കേൾപ്പിൻ, കുരുടന്മാരെ നോക്കിക്കാണുവിൻ. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടൻ ആർ? എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ? പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു.
അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയ്ക്കായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയ്ക്കായും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? യഹോവ തന്നെയല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി. അവന്റെ വഴികൾ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവൻ അനുസരിച്ചതുമില്ല. അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപം യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല. അത് അവർ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി ക്രൂശിനെയും സബിയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മോഹത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയ ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്നും കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവി ഉണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവിൻ. സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, വംശങ്ങൾ ചേർന്നു വരട്ടെ. അവരിൽ ആർ ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കൽപ്പിച്ചു തരികയും ചെയ്യുന്നു? ആർ നീതീകരിക്കപ്പെടേണ്ടത് സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ കേട്ടിട്ട് സത്യം തന്നെ പറയട്ടെ. നിങ്ങൾ അറിഞ്ഞുവെന്ന് വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ദൈവികവും ജീവിപ്പിക്കുന്നതുമായ കൽപ്പനകളുടെ മധുരമുള്ള സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങേ കൃപയാലും കനിവിനാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്കുതകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങളുടെ വിടാതെ എല്ലായ്പ്പോഴും അങ്ങേക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ദിവ്യോപദേശത്തിൽ നിങ്ങൾ ജ്ഞാനിയാക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നവർ ഒരു മനോഹര കണ്ണാടിയെ തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ 6-ാം അധ്യായം 10-ാം വാക്യം വരെ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളുടെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്ക മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളവുമായ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവർണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തിരത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചതേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താൻ്റെ ഭാര്യയെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് ഭക്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളെ മക്കളെ കൊപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ദാസന്മാരെ, ജഡപ്രകാര യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിക്കുന്നത് പോലെ ദൃഷ്ടിസേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ.
ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായ മിശിഹായേ, അങ്ങേ ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ചനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കുമാമേ. അങ്ങേ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും അങ്ങേ അറിവിനാൽ ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങേ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും അങ്ങേ വചനങ്ങളെ അനുസരിക്കുന്നവരും കൽപ്പനകൾ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവേ, പാപിനിയായ മറിയം അങ്ങേ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ അങ്ങിൽ നിന്നും പുറപ്പെട്ട ആ പരിമളം തന്നെ അങ്ങേ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ സമാധാനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയും. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്ന്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എന്ന് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലീശബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എലീശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സു ചെന്നവരുമായിരുന്നു. അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ സന്തതി ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ ഏതൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു.
തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് ഇത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സെക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലീശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന് നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള ഭാഗമാണ് വായിച്ചു കേട്ടത്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് ലൂക്കോസിന്റെ വിവരണമാണ് നാം ഇവിടെ കാണുക. എങ്ങനെയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി ലൂക്കോസിനെ സ്വന്തം സുവിശേഷത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്ത് കർത്താവിന്റെ ദൂതൻ സെക്കരിയാവിനെ പ്രത്യക്ഷനാകുന്നതും അവർക്ക് മകനുണ്ടാകുന്നതിനെ കുറിച്ച് പ്രവചിക്കുന്നു. സെക്കരിയാവിന് ഒരു ദർശനം ലഭിക്കുന്നു. പുരോഹിതനാണ് സെക്കരിയാവ്. പക്ഷെ അത് വിശ്വസിക്കുവാൻ അവനൊരു ചെറിയ ശങ്ക ഉണ്ടാകും. മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആദാമിനും ഹവ്വയ്ക്കുമൊക്കെ സാത്താൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞ വഴിക്ക് വിശ്വസിക്കുന്ന ഒരവസ്ഥയും അതനുസരിച്ച് പഴം ഭക്ഷിക്കുന്നതൊക്കെ ഹവ്വ കഴിക്കുന്നതൊക്കെ കണ്ടു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന്. അതിന് മറ്റൊരു ഭാഗമാണ് ഹവ്വയുടെ കാര്യം. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ സെക്കരിയാവിന്റെ കാര്യമാണ്. സെക്കരിയാവിനും ഈ പ്രശ്നമുണ്ടായി. ഏത് ശരി ഏത് തെറ്റ്? ദൈവാലയത്തിൽ നിന്നിട്ട് അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ദൂതനെ വിശ്വസിക്കുവാൻ സെക്കരിയാവ് ശങ്കിക്കുന്നു. സെക്കരിയാവിന്റെ ഈ ശങ്കയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് വന്നുകൂടിയിട്ടുള്ളത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ചതിക്കപ്പെടുന്ന അവസ്ഥ നമ്മളുടെ ജീവിതത്തിലൊക്കെ നമുക്കുണ്ടാകാം. ഒരു മനുഷ്യൻ ആദ്യം ചതിക്കപ്പെടുന്നത് എവിടെയാണ് എന്നറിയാമോ? സ്വന്തം മനസ്സിലാണ്. സ്വന്തം മനസ്സിലെയാണ് ആദ്യം ചതിക്കപ്പെടുന്നത്. ഹവ്വയ്ക്ക് പറ്റിയത് അതായിരുന്നു. അവളുടെ മനസ്സിൽ അവൾ അങ്ങനെ കരുതി, ഇത് കഴിച്ചാൽ ഞാൻ ദൈവത്തെ പോലെയാകും. സെക്കരിയാവിനും അത് തന്നെ പറ്റി. ഇത് ശരിയാണോ? ഞാൻ വൃദ്ധനല്ലേ? തികച്ചും ന്യായമായ ചോദ്യം. സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ആദ്യം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ആരും വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആദ്യം സ്വയം വഞ്ചിക്കപ്പെടും. അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കായിരിക്കുന്നത്. അതിനുശേഷം മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കാൻ വരിക. സാത്താൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഹവ്വയുടെ മനസ്സ് ഹവ്വയെ ആദ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഹവ്വയുടെ മനസ്സ്. അതിനുശേഷമാണ് സാത്താൻ പറഞ്ഞത് ചെയ്യാൻ പോയത്. സെക്കരിയാവിന് സംഭവിച്ചത്, സെക്കരിയാവ് ഈ ദൂതനെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് ശങ്കിച്ചു. ഇതുപോലെ ഒരു ശങ്ക തോമാസ് സ്നേഹിക്ക് കാണാം. ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ശങ്കിച്ചു. എന്നാൽ കർത്താവ് അവന്റെ ആ ശങ്ക തീർക്കാൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ ദൈവദൂതൻ ഒരു അടയാളമാണ് കൊടുക്കുന്നത്. ശബ്ദിക്കാൻ കഴിയാതെ വരും. ഈ സത്യം നിറവേറുന്നത് വരെ നിനക്ക് ശബ്ദിക്കാൻ കഴിയാതാകും. സമൂഹത്തിന്റെ ശബ്ദമാണ് നാം എല്ലാവരും. സമൂഹത്തിന്റെ സഭയുടെ ശബ്ദമാണ് നാം എല്ലാവരും. ശബ്ദിക്കാൻ കഴിയാതെ വരുന്നത് നമ്മളുടെ അധപതനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൗലോസ് തിരുമേനി പറഞ്ഞത്, നിശബ്ദരായിരിക്കാൻ എന്ത് അധികാരമെന്ന്. എന്നാൽ ഇന്നത്തെ സമൂഹം ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അടിച്ചമർത്തുകയും സത്യത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെ സമൂഹത്തിലായാലും സഭയിലായാലും ഭവനത്തിലായാലും
സത്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ തന്നെ നമുക്ക് കഴിയണം. നമ്മളുടെ നിശബ്ദത പലപ്പോഴും സെക്കരിയാവിന് സംഭവിച്ചതുപോലെയുള്ള ശാപങ്ങളായി മാറാതിരിക്കട്ടെ. ദൂതൻ ഒരു ചെറിയ ശാപമാണ് കൊടുത്തത്, നീ നിശബ്ദമായിരിക്കട്ടെ, നീ ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കുന്നില്ല, മനസ്സിലാക്കേണ്ടടുത്ത് മനസ്സിലാക്കുന്നില്ല, നീ നിശബ്ദനായിരിക്കട്ടെ, നീ ഇനി ശബ്ദിക്കണ്ട എന്ന് പറയുന്ന സാഹചര്യം വരുന്നത് അപ്പോഴാണ്. ഉപസംഹരിക്കുകയാണ് പ്രിയമുള്ളവരെ. എല്ലാ ചരിത്രങ്ങളും ആവർത്തിക്കുകയാണ്. ചരിത്രങ്ങളെല്ലാം ആവർത്തിക്കുമ്പോൾ എത്ര പഠിച്ചിട്ടും മനുഷ്യൻ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ ദോഷം. എല്ലാ ചരിത്രങ്ങളും ആവർത്തിക്കുന്ന ചരിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ അറിയുന്നില്ല ഞാൻ കഴിഞ്ഞ ചരിത്രത്തിന്റെ ഏറ്റവും മോശമായ ഭാഗമായിരുന്നു എന്ന്. സിനിമയും സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കഥാപാത്രങ്ങളും ദുഷ്ട കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്കെപ്പോഴും ആരെയാ ഇഷ്ടം? നല്ല കഥാപാത്രങ്ങളെ ഇഷ്ടം. നമ്മൾ കണ്ടിട്ട് പറയുന്നു ഈ ദുഷ്ട കഥാപാത്രത്തെ നമുക്ക് വേണ്ട, അത് എന്തൊരു കുശുമ്പുള്ളതാ, അതിനെ വേണ്ട എന്ന്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ദുഷ്ട കഥാപാത്രമായി മാറുന്നു. അതാണ് ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ചരിത്രത്തിൽ ഏത് ഭാഗമാണ് നമ്മൾ വഹിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയണം. 1000 ജനങ്ങൾ ഒന്നിച്ചു പറയുന്ന ചരിത്രമല്ല സത്യമെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ സെക്കരിയാവിന്റെ ചരിത്രം വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതിരുന്നിട്ട്, പറയേണ്ടത് പറയാതിരുന്നിട്ട്, ശബ്ദിക്കാൻ കഴിയാതെ ഇരുന്ന ഒരു സെക്കരിയാവിന്റെ പുരോഹിതന്റെ ചിത്രമാണ് നാം ഇന്ന് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, ജോലിസ്ഥലങ്ങളിലെല്ലാം പലപ്പോഴും നിശബ്ദരായിരിക്കേണ്ടി വരുമ്പോൾ, അനീതി കണ്ടിട്ട് നിശബ്ദരായിരിക്കേണ്ടി വരുമ്പോൾ ഓർക്കുക സെക്കരിയാവിനെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും മാറ്റുന്ന സന്തോഷം കൊണ്ട് എഴുന്നേൽക്കുന്ന കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണാപിതാമല്ല ആശ്വാസന്റെയും മകനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിന്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധാക്കന്മാരെയും മാറന്മാർക്ക് വർഗീസ് മൂന്നാമൻ കാത്തോലിക്ക പാത്രീർക്കീസിന്റെയും മാരപ്രമത്തിലാരുടെയും അവരുടെ കൂട്ടശ്രമല ആരോഗ്യത്തിനു വേണ്ടിയും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവ്വതയോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങൾ കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഞങ്ങൾ വരുന്നുണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോട് കൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിത ജീവിക്കുന്നതുമായ ഭാഗ്യവതിയായ വിഷയമാർത്തിന്റെ ഓർമ്മയ്ക്കായും അവളിൽ വശരൂഹാവും ജീവകാലം മുഴുവനും തന്റെ കൃപയാൽ നമ്മെ വിശദീകരിക്കുവാനും തന്റെ ത്തിക്കുവാനും സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷിപ്പിതാവും സർവനാഥനുമായ ഏകദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അത്യന്തം ആവശ്യമത്രേ. എന്തുകൊണ്ട് അവൻ തന്നെ മിശിഹായാൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശ രക്ഷയും നൽകിയ അവൻ തന്നെ അവസാനത്തിന് കൃപയും ദയയും അനുഗ്രഹങ്ങളും നമ്മോട് കൂടി ദയിക്കുമാറാകട്ടെ. പ്രാർത്ഥന ഉപേക്ഷണ സമാധാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മാളികയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവകാലം മുഴുവനാവും പകരുന്നതിന്റെ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. കർത്താവിനെയും കരുണയും ഇടാതെ എപ്പോഴും യാചിക്കുന്നു. സന്താനത്തിന്റെ മറ്റുള്ള ആത്മാക്കളെ പിതാവിനും പുത്രനും റൂഹാദിശാക്കും പരമേൽപ്പിക്കുക. ബലവാനായ ദൈവമായ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു.
അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും അങ്ങേ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, അങ്ങേ ദൈവത്വത്തിന്റെ കരുണകളും കനിവും ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും അങ്ങേ കൃപയാലും കനിവിനാലും അങ്ങേക്കായി തിരഞ്ഞെടുത്ത ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആടുകളുടെ പാപമോചനത്തിനുമായി തീരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കൈവെപ്പിനായി നിങ്ങളുടെ ശിരസുകളെ കുറിച്ച് അനുഗ്രഹം കൈക്കൊള്ളും. അങ്ങേ ദയ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് അങ്ങേ കർത്തൃത്വത്തിന്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവർത്തികളാൽ അങ്ങേ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ കൃപയുടെ സഹായത്താൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞാൻ കർത്താവിൽ തീർച്ചയായും പ്രത്യാശ വെച്ചിരിക്കുന്നു. സാധുക്കൾ ഭക്ഷിച്ചേ തൃപ്തി പ്രാപിക്കട്ടെ. മഹത്വപ്പെട്ട അങ്ങേ ത്രിത്വത്തിന് എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും അവിടുത്തെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ തന്നെ അവിടുത്തെ കൃപയാലും കനിവിനാലും ഈ ബലിയെ നമ്മുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നേക്കുമാമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, അങ്ങേ കൽപ്പന പ്രകാരം നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവ് വരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വയ്ക്കപ്പെടുന്നു. കർത്താവിന് സദാസ്തുതി എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശീഹായിൻ മാതാ കന്യാമറിയത്തിൻ ഓർമ്മ മദ്ബഹമേലുണ്ടായിടട്ടെ. ഏകജാതന്റെ പ്രിയ ശ്രീഹരി സൃഷ്ടി ശാന്തിക്കായി പ്രാർത്ഥിക്കണമേ. ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. സ്തുത്യർ വിശുദ്ധ മുടിചൂടും സഹദ എന്നിവർ കൂടെ താത നിന്നോർമ്മ ചെറിയവർ വലിയവരോട് കൂടെ പുനരുദ്ധാന
മകൾക്കുമായി നോക്കി പാർക്കുന്ന സർവർക്കുമേ നിങ്ങൾ അർപ്പിക്കുന്നീ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കുമായി ചെയ്യപ്പെടുന്നു. ഇടവിടാതെ അത്യുച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധൻ 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 സ്വർഗ്ഗവും ഭൂമിയും സ്തുതികളാലും ഉമ്മയുടെ സ്വഭാവത്താലും തന്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു. അത്യുന്നതങ്ങളിലോശാന ദാവീദിൻ പുത്രനേ ഓശാന കർത്താവിൻ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹ നമ്മുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും. ആമേൻ. സൂര്യചന്ദ്രാദി സൃഷ്ടാവേ, സർവ്വലോകത്തിൻ രാജമേ, ജീവാശ്വാസദാതാവെന്നെ ഓർക്കുവാതീനു സാധ്യമോ. ജീവാശ്വാസദാതാവെന്നെ ഓർക്കുവാതീനു സാധ്യമോ. എന്തുകൊണ്ടെന്നാൽ മർത്യവർഗത്തിന് ഇതിനാൽ വലിയ രക്ഷയുണ്ടായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോട് കൂടെ. കരുണായിൻ വാരിധിയേ താരേണമെന്നുള്ളിൽ നീ പരിശുദ്ധമാം ചിന്തകൾ പരിശുദ്ധമാം ചിന്തകൾ ഉപരിയായി ധ്യാനനീലായിടാം വാനവനെ തുടയ്ക്കാം താടചിന്തകളിന്നിൽ മൂടുകടന്നിടുന്നു താടചിന്തകളിന്നിൽ മൂടുകടന്നിടുന്നു
അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈകൊള്ളട്ടെ. നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യ പ്രകാശിപ്പിക്കും. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടിയും തൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി പാർക്കുന്ന സർവ്വർക്കും നിങ്ങൾ അർപ്പിക്കുന്നീ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കുമാമേൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടും എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടും. ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാവിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. നാം എല്ലാവരും മുട്ടുകുത്തുക. സമാധാനം നമ്മോടുകൂടെ. ഈ അപ്പത്തിലും ഞങ്ങളുടെ കയ്യിലും ഈ കുർബാന മേലും റുഹാദുകുദിശായുടെ കൃപ വരികയും ഈ അപ്പത്തിന്മേലും കാസയിന്മേലും ആവസിക്കുകയും നിഴലിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവയെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുദ്രയിടുകയും ചെയ്യുമാറാകണമേ. അങ്ങേ തിരുനാമത്തിന്റെ ശക്തിയാ ഈ അപ്പം ഞങ്ങളുടെ കർത്താവ് ഈശോംശീഹായുടെ തിരുശരീരവും ഈ കാസ ഞങ്ങളുടെ കർത്താവായ ഈശോംശീഹായുടെ വിലയേറിയ തിരുരക്തമായി തീരുകയും സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനാരോ അവന് കർത്താവേ, ഇവ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും അവരുടെ ശരീരാത്മാക്കളുടെ രക്ഷയ്ക്കും എന്നേക്കുമുള്ള ജീവനും മഹത്വത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും അങ്ങേ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയാ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ സ്വർഗരാജ്യത്തിൽ ഇവിടെയും അവിടെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരുപോലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. കരുണായ
കർത്താവേ തികയ്ക്കുവാൻ നിൻ ഹിതത്തെ എൻ്റെ അപേക്ഷയാക്കുക നിൻ സന്നിധിയിൽ എൻ്റെ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്മാരുടെ അടുക്കിലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ അടുക്കിലേക്ക് എന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകുന്നതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്കാകുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. ഞാൻ എൻ്റെ കൈകൾ നിർമ്മലമായി കഴുകി അങ്ങേ ബലിപീഠത്തെ വലം വെച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരുകയും താൽക്കാലിക കൂടാരത്തിൽ ആചാര്യനായ ഹരോന്റെ ധൂപം പോലെ ഞങ്ങളുടെ ധൂപകലശത്തിലെ ഇമ്പമുള്ള പുക അങ്ങേ പ്രസാദത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടെ പുതുതാക്കുകയും സൗരഭ്യമുള്ള മൂലങ്ങളുടെയും സുഗന്ധികളായ വാസനാദ്രവ്യങ്ങളുടെയും സൃഷ്ടാവായുള്ളവേ, ധാരാളമായ അങ്ങേ കരുണ നിമിത്തം അങ്ങേ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ അശുദ്ധതയുടെയും വഷളത്വത്തിന്റെയും ദുർഗന്ധത്തെ അങ്ങേ സ്നേഹമാധുര്യത്തിന്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും പാപത്തിന്റെ കറകളിൽ നിന്നതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനെ, അങ്ങേ കൃപയാലും കരുണകളാലും ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. ഇതിലെ സ്ലീവയെയും ഏവങ്കാലിയോനും അങ്ങ് വാഴ്ത്തണമേ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിലും കുട്ടികളിലും അവിടുത്തെ പ്രസാദ വർഷം ചൊരിയണമേ. ഇവരെ നവീകരിച്ചവരോട് നിരന്നുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കും അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ട് കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങേ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീന നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു.
ശംസിഹായേ, അങ്ങേ തിരുനാമത്തിന് മഹത്വവും കർത്തൃത്വത്തിന് ആരാധനയും എപ്പോഴും എന്നേക്കുമാമേ. സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇത് കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പം ഇതാകുന്നു. ആമേൻ. ഞങ്ങളുടെ നേരെയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത അങ്ങേ ദാനത്തിനായി കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നേക്കും. ആമേൻ. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാൺമിൻ. സ്വർഗേ നിന്നുള്ള അപ്പം ഞാനെന്ന രഹസ്യം കർത്തൻ ശിഷ്യരോടു നീ സ്നേഹത്താൽ എന്നെ കൈക്കൊള്ളുന്നവൻ നിത്യം ജീവിക്കും, സ്വർഗം നേടിയിടും. With praise, with qaddas, with gamar, with tamli, with ghayya, with naka, with ghatta. Razim halish viha wadis mahyane wala ghaya khad khad. Bas masjida wa sabghat trita yutam sabata. Awa wa ruh qudsan huwa al marhus said qab wal shukana data hai. Wal sawra rabb dhakim min bayt mite wal ghaya khatib malkut dashmaya. हम कुल दस बकरामे लन मल्ले तकती सदम सिंह हमार अंदत नौदो गुलत हाशा वो गुलस्वन वलाना मालमे. ആമേൻ. നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരണമേ, അനുതാപിക്കൂ. അങ്ങേ കൃപയാ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളെ വിളിച്ചതിനാൽ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ഞാൻ അയോഗ്യനായിരിക്കും. സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായി അങ്ങേ കൃപയാൽ എന്നെ നിയമിച്ചതിന് അങ്ങേക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി അങ്ങേ കൃപയാലും കനിവിനാലും എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീന അവസ്ഥയോടുള്ള ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങേക്ക് സ്തുതി. ആദ്യന്തമില്ലാത്ത പുത്രനെ അങ്ങേക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന റുഹാദ് ഖുദ്സായി അങ്ങേക്ക് എന്നേക്കും സ്തുതി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ രക്ഷിതാവിന്റെ ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധ ഹൃദയത്തോടും സത്യവിശ്വാസവും നിഷ്ഠാനുഭവത്തെ ഓർക്കുകയും ഉയർത്തുന്ന വിളിച്ചിരിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്ന ദൈവത്തിന്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യ മറ്റു ശരീരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്യവുമായ ആത്മാവിനെയും എടുത്ത് തന്റെ ജീവിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തന്റെ വിഷയങ്ങളാലും തെറ്റായ വഴി സത്യന്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ പരിശോധനയും നമ്മുടെ സ്വഭാവത്തിന്റെ അതിഫലം
ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചെവിടെ സ്വത്തിലേറി കയറി നമ്മുടെ നേരിടത്തിന്റെ എല്ലാ കൃപയും അവയിൽ നാം ഓർക്കേണ്ടതിനെ തന്റെ പരിശുദ്ധ രഹസ്യം നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കവിഞ്ഞ സ്നേഹത്തോടും ഇളയ മനസ്സോടും എന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന്റെ പ്രത്യാശയിൽ സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങൾ പെടുന്നും പിന്തിരിഞ്ഞും ഞങ്ങളെ പാപങ്ങളെ പ്രതിദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരുടെ പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസ്സാക്ഷി സംശയം തർക്കൾ ഞങ്ങൾ വെടിപ്പാക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ പകിൽ ശത്രു നിർമ്മലമാക്കിക്കൊണ്ട് വിശ്വാസം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യതാ രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. കർത്താവേ, അവ ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളുടെ ആത്മാക്കളോട് രക്ഷിക്കും. നാം പ്രാർത്ഥിക്കുക. നമ്മോട് കൂടെ സമാധാനം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങയാൽ കരുണയോടുകൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ധൈര്യത്തോടുകൂടെ ഞങ്ങളെല്ലാവരും അങ്ങയെ വിളിച്ച പ്രകാരം പാടും.